സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു മോഡൽ എക്സാം ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? വാഗ്ബടാനന്ദൻ. വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്? ഹരിത വിപ്ലവമാണ്. ഓപ്ഷൻ എ ഹരിത വിപ്ലവം. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്? ഭാമറാണ്. ഭാമർ. ഓപ്ഷൻ ബി ഭാമർ. കേരളത്തിൽ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം? ഇടനാടാണ്. ഇടനാട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല? കണ്ണൂർ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമാണ് ആലട്ടി ചുരം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ആലട്ടി ചുരം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് വാർട്ടൺ ഗർത്തം. ഓപ്ഷൻ ഡി വാർട്ടൺ ഗർത്തം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഓപ്ഷൻ എ ആണ് ഉത്തരം, പാമ്പാറാണ്. പാമ്പാർ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം? തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറസ്. ഓപ്ഷൻ ഡി സിറസ്. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി പി.ടി. ഉഷയാണ്. പി.ടി. ഉഷ. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി? സുന്ദരി കണ്ടൽ. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? പാലക്കാട്. ഓപ്ഷൻ ഡി പാലക്കാട്. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആര്യസമാജം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ആര്യസമാജം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി? ജവഹർലാൽ നെഹ്റുവാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 42ാം ഭരണഘടന ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങളാണ് മതേതരത്വം, സ്ഥിതി സമത്വം എന്നിവ. മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം? കരുണ എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കരുണ. സ്വർണ ജയന്തി ഷഹാരി റോസ്കർ യോജനയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? സ്വർണ ജയന്തി ഷഹാരി റോസ്കർ യോജന. ഓപ്ഷൻ എ ആണ് ഉത്തരം, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം.
സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. സ്വർണ ജയന്തി ഷഹാരി റോസ്കർ യോജന. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീനിന്റെ ധർമ്മം. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 4ഉം ശരിയാണ്. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരിയാണ്. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്താണ്? പ്രിയങ്ക. പാവലാണ്. പാവൽ. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? വരയാടുകൾ. ഇരവികുളമാണ്. ഇരവികുളം. ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഹരിത സസ്യങ്ങളാണ്. ഓപ്ഷൻ എ ഹരിത സസ്യങ്ങൾ. സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവമേത്? സാർസ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഓപ്ഷൻ ബി പ്രകീർണനം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ടോറിസെല്ലിയാണ്. ടോറിസെല്ലി. ഓപ്ഷൻ ഡി ടോറിസെല്ലി. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? സോഡിയം ബെൻസോയേറ്റ് ആണ്. സോഡിയം ബെൻസോയേറ്റ്. സോഡാ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഒരു വാതകമാണ് കുമിളകളായിട്ട്. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേര്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം. മ്യൂക്കോമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂക്കോമൈക്കോസിസ് എന്ന രോഗം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബ്ലാക്ക് ഫംഗസ് ആണ്. ഓപ്ഷൻ ബി ബ്ലാക്ക് ഫംഗസ്. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകം. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകം പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ. ഈച്ച പരത്തുന്ന ഒരു രോഗം. ഈച്ച പരത്തുന്ന ഒരു രോഗമാണ് കോളറ. ഇൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഇൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് താലോലം. മന്ത് പരത്തുന്ന ജീവി. മന്ത്. കൊതുകാണ്. കൊതുക്. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞു ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംയോജമാകുന്ന രോഗം. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ് ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംയോജമാകുന്ന രോഗമാണ് എയ്ഡ്സ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ്. ഓപ്ഷൻ ഡി ആണ്. O ഗ്രൂപ്പാണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മെഡിസെപ്. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത്
സ്കർവി. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ ആണ് ദിശ. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി സ്നേഹ സാന്ത്വനം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിനു ബദലായി ഇന്ത്യ വികസിപ്പിച്ച സംവിധാനം. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. ശരിയായവ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. എയും ബിയും സിയും ശരിയാണ്. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിന് ബദലായിട്ട് ഇന്ത്യ വികസിപ്പിച്ച സംവിധാനമാണ്. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. ശരിയാണ്. അടുത്ത ചോദ്യം, ത്രിവർണ പതാക ദേശീയ പതാകയായിട്ട് സ്വീകരിച്ച വർഷം. ത്രിവർണ പതാക ദേശീയ പതാകയായിട്ട് സ്വീകരിച്ചത് 1947 1947. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ചേറ്റൂർ ശങ്കരൻ നായർ അമരാവതി സമ്മേളനത്തിൽ വെച്ചാണ്. അമരാവതി. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? ചർക്ക. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട തൃഗങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആര്? തൃഗങ്ങൾ. ഡോബറൈനർ ആണ്. ഡോബറൈനർ. ഓപ്ഷൻ സി ഡോബറൈനർ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ആരുടെ വാക്കുകളാണിത്? അഷ്ഫാഖ് ഉല്ലാ ഖാൻ. ഓപ്ഷൻ ഡി. ഏത് അന്താരാഷ്ട്ര ഏജൻസിയുടെ ഭരണഘടനയാണ് കവനന്റ്? കവനന്റ് എന്നത് ഏത് അന്താരാഷ്ട്ര ഏജൻസിയുടെ ഭരണഘടനയാണ്? സർവ്വരാജ്യ സഖ്യമാണ്. സർവ്വരാജ്യ സഖ്യം. ആംനസ്റ്റി എന്ന വാക്കിനർത്ഥം? ആംനസ്റ്റി പൊതുമാപ്പ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് 1961 1961. ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയിരിക്കുന്ന കലാരൂപം? ഹസ്തലക്ഷണ ദീപിക. കഥകളിയാണ്. കഥകളി. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത്? ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറായ മൈക്കൽ ഒ ഡയറിനെ വധിച്ചത് ആര്? മൈക്കൽ ഒ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷൻ. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം? 16ാമത്തെ ഗ്രൂപ്പിൽ ഓപ്ഷൻ ബി ആണ് ഓക്സിജൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം? ഖേൽ രത്ന പുരസ്കാരം KM ബീനാമോൾ ആണ്. KM ബീനാമോൾ. നാഷണൽ കമ്മീഷൻ ഫോർ
പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ച വർഷം. പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് 2007 2007. ഇന്ത്യയിലെ ആദ്യത്തെ കിസാൻ റെയിൽ ആരംഭിച്ചത് ഏതെല്ലാം സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്? കിസാൻ റെയിൽ മഹാരാഷ്ട്രയെയും ബീഹാറിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ്. മഹാരാഷ്ട്ര, ബീഹാർ. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി റാണിഗഞ്ച്. സാധുജന പരിപാലന സംഘം രൂപം കൊണ്ടത് എവിടെയാണ്? സാധുജന പരിപാലന സംഘം വെങ്ങാനൂരാണ്. വെങ്ങാനൂർ. ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് റൈറ്റ് ലോകത്തിന് പരിചയപ്പെടുത്തിയ കേരളത്തിലെ സംരക്ഷിത പ്രദേശം ഏത്? സൈലന്റ് വാലിയാണ്. ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് റൈറ്റ് ലോകത്തിന് പരിചയപ്പെടുത്തിയ കേരളത്തിലെ സംരക്ഷിത പ്രദേശം സൈലന്റ് വാലി. കേരളത്തിലെ ഏത് നഗരത്തോട് ചേർന്നാണ് ഡോൾഫിൻ പോയിന്റ്? ഡോൾഫിൻ പോയിന്റ് കോഴിക്കോടാണ്. കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ? റെഡ് റിബൺ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എയ്ഡ്സ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏത്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡാണ്. അയർലൻഡ്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? മൗലിക അവകാശങ്ങൾ ഭാഗം 3 ആണ്. ഭാഗം 3. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ്. നാട്യശാസ്ത്രം എഴുതിയതാര്? നാട്യശാസ്ത്രം ഭരതമുനി. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. പൂക്കോട് തടാകം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫിയാണ് സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ആണ്. നോർമൻ ഏണസ്റ്റ് ബോർലോഗിന് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥൻ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ D ആണ്. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്? 11. പാർലമെന്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാട്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. മയ്യഴി ഗാന്ധി. IK കുമാരൻ മാസ്റ്റർ. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം വെള്ളി. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ്.
100°C സമാനമായ ഫാരൻഹീറ്റ് 212 ആണ്. 212. കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സുകൃതം പദ്ധതി ക്യാൻസർ ആണ്. ക്യാൻസർ. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഗേഡ കർഷക സമരം നടന്ന വർഷം? ഗേഡ കർഷക സമരം 1918 18. നൃത്തം ചെയ്യുന്ന ദേവത എന്നറിയപ്പെടുന്നത്? നൃത്തം ചെയ്യുന്ന ദേവത തെയ്യം. താപോർജ്ജം അളക്കുന്നതിനുള്ള യൂണിറ്റ്? താപോർജ്ജം ജൂൾ. വാതകങ്ങളിലെ താപപ്രസരണ രീതി ഏത്? വാതകങ്ങളിലെ താപപ്രസരണ രീതി സംവഹനം. ഒളിമ്പിക്സിലെ ആദ്യ മലയാളി സാന്നിധ്യമായിരുന്ന CK ലക്ഷ്മണൻ പങ്കെടുത്ത ഒളിമ്പിക്സ്? 1924 ഒളിമ്പിക്സ് ആണ്. 1924. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവ ഏത് അവകാശത്തിന്റെ ഭാഗങ്ങളാണ്? ജീവിക്കുവാനുള്ള അവകാശം. ജീവിക്കുവാനുള്ള അവകാശം. ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ. താഴെ പറയുന്നവയിൽ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗം അല്ലാത്തത് ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി. ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആര്? ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ RDO ആണ്. RDO. മനുഷ്യ ഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ മുതലാണ് ഹൃദയം സ്പന്ദിക്കുവാൻ തുടങ്ങുന്നത്? 22 ദിവസമാണ്. 22 ദിവസം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല. കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷൻ ആയി പ്രവർത്തിക്കുവാനുള്ള അനുമതി ലഭിച്ചത് ഏത് തുറമുഖത്തിനാണ്? വിഴിഞ്ഞം തുറമുഖത്തിനാണ്. വിഴിഞ്ഞം. 2024 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തീം എന്താണ്? യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അവസാനത്തെ ചോദ്യം. തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർത്ത് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത്? 1949 ജൂലൈ 1 1949 ജൂലൈ 1. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.